റിയൽ ഫുഡും ഫേക്ക് ഫുഡും നമ്മൾ തിരിച്ചറിയാനുള്ള 3 ഗോൾഡൻ റൂളുണ്ട്. ഒന്നാമത്തത്, റിയൽ ഫുഡ് എവഞ്ച്വലി മോശമാവും. ലൈഫുള്ളതിന് മാത്രമേ മോശമാകാൻ പറ്റത്തുള്ളൂ. ഒരു ആപ്പിൾ കുറച്ച് ദിവസം നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് കറുത്തു പോവും, അത് ചീത്തയായി പോകും, അത് റിയൽ ഫുഡാണ്. പക്ഷേ ചില ബർഗേഴ്സ് ഉണ്ട്, അത് ഒരാഴ്ചയോളം ഇങ്ങനെ കൗണ്ടറിൽ ഇരിക്കുമെന്ന് പറയാം, അത് ചീത്തയില്ല, കാരണം അത് കെമിക്കലി പ്രോസസ്ഡ് ആണ്. റിയൽ ഫുഡിന് മാത്രമാണ് മൈക്രോ ഓർഗാനിസംസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണത് ചീത്തയാവുന്നത്. നമ്മളിപ്പോൾ സ്ട്രീറ്റിൽ നിന്നും ഷോപ്പിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ പറയുമല്ലോ, അതിൽ ഈച്ചയും പ്രാണികളൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് റിയൽ ഫുഡാണെന്ന് പറയാമല്ലോ. രണ്ടാമത്തെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്, ഫാമിൽ നിന്നും നേരിട്ട് നമ്മുടെ കിച്ചണിലേക്ക് എത്തുന്ന ഫുഡ് റിയൽ ഫുഡാണ്. ഫാമിൽ നിന്ന് വരുന്ന വഴിക്ക് അത് ഫാക്ടറി കയറി ഇറങ്ങിയിട്ടാണ് വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഫുഡല്ല, അത് പ്രോഡക്റ്റാണ്. ഒരു പൊട്ടറ്റോ അത് ഫാക്ടറി കയറി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് പൊട്ടറ്റോ ചിപ്സ് ആവും, അത് പ്രോസസ്ഡ് ഫുഡാണ്, അത് പ്രോഡക്റ്റാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ഗോൾഡൻ റൂൾ എന്ന് പറയാം, ഒരു ഫുഡിന് TV കൊമേഴ്ഷ്യൽസ് ഉണ്ട്, അതിന് പരസ്യങ്ങളുണ്ടെങ്കിൽ അത് റിയൽ ഫുഡല്ല. ആരെങ്കിലും ബ്രൊക്കോളിക്ക് പരസ്യം കൊടുക്കുമോ? ആരെങ്കിലും മാംഗോന് പരസ്യം കൊടുക്കുമോ? മാംഗോ ജ്യൂസിന് പരസ്യം ഉണ്ടാവും. കാരണം പ്രോസസ്ഡ് ഫുഡിന് മാത്രമാണ് പരസ്യം ആവശ്യമുള്ളത്. അത് ഇൻഡസ്ട്രിക്ക് ലാഭം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ്, അത് റിയൽ ഫുഡല്ല എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നത് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഫാസ്റ്റിംഗ് ഡയറക്റ്റ്ലി അത് നമ്മുടെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തോട് നമ്മൾ നടത്തുന്ന യുദ്ധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വെപ്പൺ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ആണ്. ഈ നോമ്പുകാലത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണം. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിന് റിയൽ ഫുഡ് കൊടുക്കണം. ഈ ഫേക്ക് ഫുഡിനോട്, ഈ പ്രോസസ്ഡ് ഫുഡിനോട്, പാക്കറ്റ് ഫുഡിനോട് നോ പറയണം.